എല്ലാവർക്കും നമസ്കാരം. ലോക യുക്തിചിന്താ ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. യുക്തി ചിന്തയുടെ ചരിത്ര പരിണാമം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ചർച്ചയ്ക്കും വിമർശനങ്ങൾക്കും വേണ്ടി അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, പ്രായോഗിക ജീവിതത്തിന് ആവശ്യമായി വരുമ്പോഴാണ് മനുഷ്യൻ ആശയങ്ങൾ നിർമ്മിക്കുന്നത്. കേവലമായി നിർമ്മിക്കുന്ന ആശയങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ ഒരു കാര്യം. ഒരു പ്രത്യേക ചരിത്ര സന്ദർഭത്തിൽ മനുഷ്യൻ ആവശ്യമായി വരുമ്പോൾ അവൻ നിർമ്മിച്ച ആശയങ്ങൾ മാത്രമേ ലോകത്തുള്ളൂ, അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അതുവരെയുള്ള അനുഭവം വെച്ച് സ്വാഭാവിക യുക്തി അനുസരിച്ച് പറയാൻ കഴിയും, ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. മനുഷ്യൻ്റെ വികാസ ചരിത്രം, സാമൂഹ്യ വികാസ ചരിത്രം നമ്മുടെ എല്ലാം ഒരുപാട് വേദികളിൽ വളരെ വിശദമായി ഇവിടെ ഇരിക്കുന്ന സുഹൃത്തുക്കളടക്കം വിശദീകരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. മനുഷ്യൻ്റെ സാമൂഹ്യ വികാസം അതിൻ്റെ ഏറ്റവും പ്രാഥമികമായൊരു ഘട്ടത്തിലായിരുന്ന സമയത്ത് നമുക്ക് ഇന്ന് അറിയുന്ന രീതിയിൽ വികസിതമായ സൊഫിസ്റ്റിക്കേറ്റഡായ ആശയങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ്റെ ഭൗതിക ജീവിതം വികസിക്കുന്നതിനനുസരിച്ച് മാത്രമേ അവൻ്റെ യുക്തിയും വികസിക്കുന്നുള്ളൂ. ഇത് ഘട്ടം ഘട്ടമായി പടിപടിയായി വരുന്ന ഒന്നാണ്. കേവലമായ ആശയ സംവാദങ്ങളിലൂടെയോ തർക്കങ്ങളിലൂടെയോ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെയോ മാത്രമല്ല, തലമുറകൾ കടന്നു വരുന്ന ജീവിതാനുഭവങ്ങളുടെ പരീക്ഷണശാലയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങളാണ് മനുഷ്യൻ്റെ സാമൂഹ്യ പുരോഗതിയിൽ അല്ലെങ്കിൽ അവൻ്റെ വികാസത്തിൽ കലാശിക്കുന്നത്. മനുഷ്യൻ്റെ ഉൽപ്പാദന പ്രക്രിയ വികസിക്കുന്ന മുറയ്ക്ക് ആശയങ്ങൾ അതിന് സമാന്തരമായി വികസിക്കുന്നു, അല്ലെങ്കിൽ അതിനോടൊപ്പം വികസിക്കുന്നു എന്ന് നമുക്ക് പറയാം. ആദിമ കാലഘട്ടത്തിൽ മനുഷ്യന് വികസിതമായ ടൂളുകളൊന്നുമില്ല. പ്രായോഗിക ജീവിതത്തിൽ അവനെ സഹായിക്കുന്ന വളരെ ശക്തിമത്തായ ഉപാധികൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ ഒന്നുമില്ലാതിരുന്നൊരു കാലമുണ്ട്. അതാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ദീർഘമായ കാലഘട്ടം. ഒരുപക്ഷേ മനുഷ്യൻ്റെ ചരിത്രം മൊത്തത്തിലെടുത്താൽ അതിൽ 100-99 വർഷവും ഏകദേശം ആ അവസ്ഥയിലാണ് എന്ന് പറയാം. അന്ന് സ്വാഭാവികമായും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുകയും തമ്മിൽ തല്ലുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ വെച്ചുകൊണ്ട് ഖണ്ഡിക്കുകയും ഒക്കെ ചെയ്യുന്ന ആശയങ്ങൾ, വിശദമായ ആശയങ്ങൾ, സങ്കീർണമായ ആശയങ്ങൾ ആ കാലഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രാഥമികമായി പറയേണ്ട ഒരു കാര്യം. മനുഷ്യ സമൂഹം വികസിക്കുന്ന മുറയ്ക്ക് അവൻ്റെ ഉൽപ്പാദനവും വിതരണവും സാമൂഹ്യ ബന്ധങ്ങളുമെല്ലാം വികസിക്കുന്ന മുറയ്ക്ക് അവന് കൂടുതൽ വികസിതമായ ആശയങ്ങൾ ആവശ്യമായി വരുന്നു. അത് അവൻ്റെ രണ്ട് തരത്തിൽ മനുഷ്യൻ്റെ ജീവിതമുണ്ട്. അവൻ്റെ ഭൗതിക ജീവിതവും ആശയ ജീവിതവുമുണ്ട്. രണ്ട് തരത്തിൽ നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റുന്ന രണ്ടല്ല, രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഒരു സെമിനാർ എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ പറഞ്ഞ രീതിയിൽ നമ്മൾ കീറി മുറിച്ച് അതിൻ്റെ വശങ്ങൾ പറയുക എന്നുള്ളതായതുകൊണ്ട് മാത്രമാണ് ഭൗതിക ജീവിതമെന്നും ആശയ ജീവിതമെന്നുമുള്ളൊരു വിഭജനം തന്നെ ഞാൻ പറഞ്ഞത്. അത്തരത്തിലൊന്ന് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ഒന്നല്ല, രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഭൗതിക ജീവിതത്തിൻ്റെ സ്വാഭാവികമായ പ്രതിഫലനം എന്ന നിലയിൽ മാത്രമേ ആശയ ജീവിതവും നിലനിൽക്കുന്നുള്ളൂ. എന്നാലും വിശകലനത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ രണ്ട് തരത്തിൽ മനുഷ്യന് ജീവിതമുണ്ട്. അവനൊരു ഭൗതിക ജീവിതവും ആശയ ജീവിതവും ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഈ ഭൗതിക ജീവിതം വികസിക്കുന്ന മുറയ്ക്ക്, അവൻ്റെ സാഹചര്യങ്ങൾ വികസിക്കുന്ന മുറയ്ക്ക്, അവൻ ഉപയോഗിക്കുന്ന ഉൽപ്പാദനോപാധികൾ വികസിക്കുന്ന മുറയ്ക്ക്, സാമൂഹ്യ ബന്ധങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്ന മുറയ്ക്ക് ഇവന് കൂടുതൽ വികസിതമായ ആശയങ്ങൾ ആവശ്യമായി വരുന്നു. ഭൗതിക ജീവിതത്തിൽ ആവശ്യമായ ഉപകരണങ്ങളെല്ലാം നിർമ്മിക്കാൻ നമുക്ക് ഓരോ ഒന്നും നിർമ്മിക്കുമ്പോൾ അതിന് ടൂളുകൾ നമുക്ക് ആവശ്യമുണ്ട്. മണ്ണ് കിളയ്ക്കണമെങ്കിൽ ഇപ്പോൾ തൂമ്പ വേണം. പണ്ട് കാലത്ത് അതുണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. അതുപോലെ ഓരോ ആവശ്യം വരുമ്പോഴാണ് നമ്മൾ ഉപകരണങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രവൃത്തി ചെയ്യുന്നത്. ഈ രീതിയിൽ ഭൗതികമായ വലിയ എടുപ്പുകൾ നമ്മൾ കെട്ടിപ്പടുക്കുമ്പോൾ അതിന് സമാനമായി നമുക്ക് ആശയ ജീവിതത്തിന് സുരക്ഷിതമായി പാർക്കാൻ ആവശ്യമായ ആശയപരമായ വലിയ എടുപ്പുകൾ വേണ്ടിവരും. അങ്ങനെ ആശയങ്ങൾ നിർമ്മിക്കുന്നതിന് നമുക്ക് ഇഷ്ടികകൾ വേണം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഭൗതിക ജീവിതം കെട്ടിപ്പടുക്കാൻ, വലിയ കൊട്ടാരങ്ങൾ പണിയാൻ, വീടുകൾ പണിയാനൊക്കെ നമുക്ക് ഇഷ്ടിക ആവശ്യമായി വരുന്നത് പോലെ നമുക്ക് നമ്മുടെ ആശയ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനും ഈ രീതിയിലുള്ള ഇഷ്ടികകൾ വേണം. അതിനാണ് നമ്മൾ ഈ ലോജിക്കൽ ടൂളുകൾ അല്ലെങ്കിൽ ലോജിക്കൽ കാറ്റഗറീസ് ഉപയോഗിക്കുന്നത്. അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേക ചരിത്രഘട്ടത്തിൽ ആവശ്യമായി വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഉപാധികൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ അവൻ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ മനുഷ്യൻ നിർമ്മിച്ച ആശയങ്ങൾ മാത്രമേ ലോകത്തുള്ളൂ എന്നുള്ളതാണ്.
മനുഷ്യൻ നിർമ്മിച്ച ആശയങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മനുഷ്യന് മാറ്റാൻ കഴിയുന്ന ആശയങ്ങൾ മാത്രമേ ലോകത്തുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. ഈ ആശയങ്ങളുടെ ഉൽപ്പാദനത്തിനൊരു പ്രക്രിയയുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകണം. ആശയങ്ങളുടെ ഉൽപ്പാദനത്തിന് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രക്രിയയുണ്ട്. അതാരും സ്വർഗത്തിൽ നിന്ന് നമുക്ക് കിട്ടുതരുന്നതല്ല. മനുഷ്യനുമുള്ള വിനിമയത്തിലൂടെ മാത്രമേ ആശയങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഒരാൾക്ക് ഒറ്റയ്ക്ക് ആലോചിച്ച് ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, അരണ്യാന്തരങ്ങളിലിരുന്ന് ഇങ്ങനെ ഗുഹകളിലിരുന്ന് തപസ് ചെയ്ത് ഒരുപാട് കാലം ഇങ്ങനെ ധ്യാനിച്ച് നമ്മൾ ഉണ്ടാക്കിയ വലിയ വെളിപാടുകളെക്കുറിച്ചും വലിയ ആശയങ്ങളെക്കുറിച്ചും നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. ഇതെല്ലാം പുറമേ നടന്നു കേട്ട കാര്യങ്ങൾ ഒരിടത്തിരുന്ന് കൂടിയിരുന്ന് ആലോചിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇതിന് യാതൊരു പ്രാധാന്യവും വരുന്നില്ല എന്നുള്ളതാണ്. മുൻപേ തന്നെ കേട്ടതും കണ്ടതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ നല്ല രീതിയിൽ ആലോചിക്കാൻ പറ്റുന്ന, സമാധാനമായിട്ടിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിക്കാൻ പറ്റുന്ന ഒരു ഗുഹയിലാകാം, മരച്ചുവട്ടിലാകാം ഇരുന്ന് നമ്മൾ അതിനെ മനനം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഒരു വെളിപാട് പോലെ ഒന്നും നമുക്കുണ്ടാകുന്നില്ല. നമ്മുടെ ഉള്ളിൽ കൂടിച്ചേരാതെ കിടന്ന, ഇവിടെ പറഞ്ഞ ലോജിക്കൽ കോൺട്രഡിക്ഷൻ ഉണ്ടല്ലോ, പല ധ്രുവങ്ങളിലായിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരേ ആശയത്തിൻ്റെ പല ഘടകങ്ങളായി ഭിന്നിച്ചു നിന്ന കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഒരു ലോജിക്കലായ ഒരു നിഗമനം നമ്മുടെ മുന്നിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ വെളിപാടെന്ന് പറയുന്നത്. അത്തരത്തിലാണ് ബുദ്ധന് വെളിപാടുണ്ടാകുന്നത്, യേശുക്രിസ്തുവിന് വെളിപാടുണ്ടാകുന്നത്. കഥയോ കാര്യമോ ചരിത്രമോ എന്നുള്ളത് ഇവിടെ തർക്കിക്കേണ്ട, വിട്ട് കളയുക. ഈ രീതിയിൽ മാത്രമേ ഏതാശയവും ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ എന്നാണ്. ഈ രീതിയിൽ മാത്രമേ ഏതാശയവും ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ, ഏതാശയവും നമുക്ക് സ്ഥാപിക്കാൻ പറ്റൂ, ഏതാശയവും മാറ്റാൻ പറ്റൂ. ഈ രീതിയിലുള്ള സംവാദാത്മകത എല്ലാം ഇല്ലാത്ത ആശയങ്ങളുടെ ലോകമായിട്ടാണ് നമ്മൾ മതങ്ങളെ കാണുന്നത്. പക്ഷേ അവിടെയും അങ്ങനെയല്ല. നമ്മളീ പറഞ്ഞ ഈ ലോജിക്കലായി പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ട് ചോദിച്ചും പറഞ്ഞും സംശയങ്ങൾ തീർത്തും ആ ചോദ്യങ്ങളിലുള്ള വൈരുദ്ധ്യങ്ങൾ തന്നെ വെളിച്ചത്ത് കൊണ്ടുവന്നും ഇങ്ങനെ പറഞ്ഞ് ഉറപ്പിച്ച ആശയങ്ങളാണ് ബൈബിളിലുള്ളത്. ബൈബിളിലെ ദൈവത്തിന് വല്ലതും വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതക്കാരൻ വിശ്വസിക്കുന്നതനുസരിച്ച് ഇവിടെ ഒരു തർക്കത്തിനും പ്രസക്തിയില്ല. അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം എല്ലാം പറയേണ്ടയാളാണ് എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വലിയൊരു ശക്തിയാണ് എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാം തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്, എല്ലാ ആശയവും അദ്ദേഹത്തിൽ നിന്നാണ് പുറപ്പെട്ടു വരുന്നത് എന്നുള്ളതുകൊണ്ട് അവിടെ ചോദ്യത്തിൻ്റെയും പറച്ചിലിൻ്റെയും ഒന്നും ആവശ്യമില്ല. പക്ഷേ അങ്ങനെയല്ല. അങ്ങനെ ഒരാശയം മനുഷ്യൻ്റെ മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റുകയില്ല എന്ന് വളരെ കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞ് ഒരു കാര്യം ഇങ്ങനെ പറയുന്നു, കുറച്ച് പേർ അത് അനുസരിക്കുന്നു, ബാക്കിയുള്ളവർ അനുസരിക്കുന്നില്ല. അനുസരിച്ചവർ തന്നെ പിന്നീട് ഇങ്ങനെ വഴിതെറ്റി വേറെ രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ വീണ്ടും ദൈവം ഇടപെട്ട് ഇങ്ങനെ പ്രബോധനങ്ങൾ കൊടുത്ത് ഇങ്ങനെ ആശയങ്ങൾ കൊടുത്ത് ഇങ്ങനെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, ഒരു പഴയ നിയമ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ ഓർമ്മിക്കുകയാണ്. കാളയ്ക്ക് തൻ്റെ ഉടമസ്ഥനെ കണ്ടാലറിയാം, കഴുതയ്ക്ക് തൻ്റെ പുൽത്തൊട്ടി കണ്ടാലറിയാം, എൻ്റെ ജനത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തത് മനസ്സിലാകുന്നേയില്ല. പരാജയപ്പെട്ട ഒരു അധ്യാപകൻ്റെ വിലാപമാണ്. ഒരു അധ്യാപകൻ ഇങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞിട്ടും കുട്ടികൾക്കത് മനസ്സിലാകുന്നില്ലല്ലോ, മനസ്സിലാകുന്നവരത് വീണ്ടും മറന്നു പോകുന്നല്ലോ എന്നുള്ള ആധി പിടിച്ച ഒരു പരാജയപ്പെട്ട അധ്യാപകൻ്റെ അതേ ആകുലതയോടെ, അതേ ഉത്കണ്ഠയോടെ ദൈവം ഇങ്ങനെ വിശദീകരിക്കുക. എല്ലാ മതഗ്രന്ഥങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാം. ആശയങ്ങളുടെ രൂപീകരണ പ്രക്രിയ മനുഷ്യനും തമ്മിലുള്ള വിനിമയത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. ഇത് മനുഷ്യൻ്റെ, ഞാൻ ആദ്യം പറഞ്ഞ ഭൗതികവും സാമൂഹികമായ വികാസഘട്ടത്തിൻ്റെ സ്വാഭാവികമായ അനുരണനം എന്ന നിലയിൽ മാത്രമേ ഇത്തരം ആശയങ്ങൾ സാധ്യമാകുന്നുള്ളൂ എന്ന് തുടർന്നുള്ള ഭാഗങ്ങൾ ഞാൻ പറയാം. യുക്തിബോധത്തിൻ്റെ ചരിത്ര പരിണാമം എന്നുള്ളൊരു വിഷയമാണ് ഇവിടെ പറയാൻ വന്നത്. അതിൽ ഈ ലോജിക്ക് എന്ന് പറഞ്ഞാൽ അതൊരു അക്കാഡമിക് വിഷയമായിട്ട് എത്ര സമയം വേണമെങ്കിലും പറയാൻ പറ്റുന്നതാണ്. യൂണിവേഴ്സിറ്റികളിലെല്ലാം പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നാമത്തെ സെഷനിൽ അവതരിപ്പിച്ചത് വേണമെങ്കിൽ നമുക്ക് ഒരു വെസ്റ്റേൺ ലോജിക് എന്ന് പറയാവുന്ന, ചരിത്രത്തിൽ അങ്ങനെയാണ് പറയുക. പിന്നീട് വെസ്റ്റേൺ ലോജിക്ക് ഒന്നുമില്ല. അത് മനസ്സിലാകാൻ വേണ്ടി പാശ്ചാത്യ വിശകലന രീതിശാസ്ത്രം എന്താണ് എന്നുള്ളതിൻ്റെ ചരിത്രമാണ് അദ്ദേഹം സംക്ഷിപ്തമായിട്ട് ഇവിടെ പറഞ്ഞത്. അതതിൻ്റെ ഒരു ഭാഗം. അതുപോലെ തന്നെ വേണമെങ്കിൽ ഇനി കിഴക്കിന് വേറൊരു ലോജിക്കിൻ്റെ ശാസ്ത്രമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് ഇവിടെ പറയാൻ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും ആധികാരികമായി പറയാൻ കഴിയുന്ന മഹേശ്വരൻ നായർ സാർ ഇവിടെയുണ്ട്. അപ്പോൾ ഭാരതീയ തർക്കശാസ്ത്രം എങ്ങനെയാണ് യുക്തിയെ കിഴക്കും പടിഞ്ഞാറും നോക്കിക്കാണുന്നത് എന്നുള്ള വളരെ വ്യത്യസ്തമായ രണ്ട് കാഴ്ചപ്പാടുകൾ, സമാന്തരമായ രണ്ട് കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ ചർച്ചയ്ക്ക് വേണ്ടി ഈ സെഷനുകളിൽ അവതരിപ്പിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ രീതിയിലുള്ള ചരിത്രം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ഏറ്റവും അവികസിതമായ ഘട്ടത്തിൽ നിന്ന് അവൻ വളർന്ന് അവൻ്റെ ഭൗതിക ഉൽപ്പാദനം വികസിച്ച് അവൻ്റെ ആശയപരമായ ജീവിതം പുഷ്ടിപ്പെട്ട് പുതിയ ഘട്ടങ്ങളിലൂടെ കടന്ന് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന വികസിതമെന്ന്, താരതമ്യേന വികസിതമെന്ന് പറയാവുന്ന ഇന്ന് ജീവിതാവസ്ഥയിലൂടെ മനുഷ്യൻ കടന്നു വന്നതിന് സമാന്തരമായി അവൻ്റെ ആശയോൽപാദന പ്രക്രിയയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്നാണ്. ഈ ഒരു
ആശയ ജീവിത പ്രക്രിയയ്ക്ക് അല്ലെങ്കിൽ ആശയ ജീവിതത്തിൻ്റെ വികാസ പ്രക്രിയയ്ക്ക് സമാന്തരമായി ഒരു വൈരുദ്ധ്യാത്മക രീതിശാസ്ത്രം ചരിത്രത്തിലുടനീളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വൈരുദ്ധ്യാത്മകത എന്ന് പറയുന്ന ഒരു സംഗതി, അതാണ് ഇവിടെ ഇതിൻ്റെ ഈ ഒരു ചരിത്രത്തിൽ നമുക്ക് ഇവിടെ പരാമർശിക്കപ്പെടാതെ പോകാൻ സാധ്യതയുള്ളതും എന്നാൽ പറയാതെ പോകാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരു വശം എന്ന് തോന്നുന്നു. ഇവിടെ പറഞ്ഞത് വാസ്തവത്തിൽ സംവാദാത്മക രീതിശാസ്ത്രം തന്നെയാണ്. പറയുക, പറയുന്നത് കേൾക്കുക, പറഞ്ഞതിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക, അത് ആ പറഞ്ഞ പ്രതിവാദത്തിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഈ രീതിയിൽ കുറതീർത്ത് ആശയങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു സംഗതിയാണ് വൈരുദ്ധ്യാത്മകതയുടെ രീതിശാസ്ത്രം എന്ന് പറയുന്നത്. സംവാദം സാധ്യമാണ് എന്നുള്ളതാണ്. വൈരുദ്ധ്യാത്മകതയുടെ രീതിശാസ്ത്രം ഏത് എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ വൈരുദ്ധ്യവാദത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം എന്ത് എന്ന് ചോദിക്കുമ്പോൾ, ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എനിക്കും നിങ്ങൾക്കും വർത്തമാനം പറയാൻ പറ്റും. ആ വർത്തമാനം പറയുന്നതിലൂടെ കുറച്ച് കാര്യങ്ങൾ തിരുത്താൻ പറ്റും. എനിക്കാകട്ടെ നിങ്ങൾക്കാകട്ടെ നമ്മുടെ ആശയങ്ങളിൽ അല്പം കൂടി വ്യക്തത വരുത്താൻ പറ്റും. കൂടുതൽ വികസിതമായ ഒരു ആശയ തലത്തിലേക്ക് എനിക്ക് നിങ്ങൾക്കും കടക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകം മൈത്രേയൻ്റെ സംഭാഷണങ്ങളാണ്. സംഭാഷണം സാധ്യമാണ് എന്നുള്ളതാണ്. സംഭാഷണത്തിലൂടെയുള്ള ആശയവിനിമയം സാധ്യമാണ് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആശയങ്ങളുടെ വികാസം സാധ്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഈ രീതിയിൽ തന്നെയാണ്, ഈ ഒരു പ്രക്രിയ പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ്റെ ആശയ ലോകം വികസിച്ചത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് പറയുമ്പോൾ വിശദമായിട്ട് കടക്കുന്നില്ല, ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. ഈ വൈരുദ്ധ്യാത്മകമായൊരു ചിന്താരീതി അല്ലെങ്കിൽ വൈരുദ്ധ്യാത്മകതയുടേതായിട്ടുള്ളൊരു ലോജിക്കൽ കാറ്റഗറി വികസിച്ചു വന്നത് എങ്ങനെയാണ് എന്നുള്ളത് ചുരുക്കി പറയുകയാണെങ്കിൽ, ഇവിടെ യുക്തിവാദി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഏത് യോഗത്തിലും ഏറ്റവും ആദ്യം വിമർശിക്കപ്പെടുക ദൈവമായിരിക്കും. ഇല്ലാത്തൊരാളെയാണ് നമ്മൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ. നമ്മുടെ എല്ലാ സംവാദങ്ങളിലും ദൈവമുണ്ടോ, ദൈവമില്ലയോ, ദൈവമില്ല, അവൻ ദൈവമുണ്ടെന്ന് പറയുന്നു. ദൈവമുണ്ട് എന്ന് പറയുന്നെങ്കിൽ അവൻ എത്ര പമ്പര വിഡ്ഢിയായിരിക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത്. പക്ഷേ ദൈവം എന്താണ് എന്ന് പറഞ്ഞാൽ മാത്രമല്ലേ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റൂ. ഈ രീതിയിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇവിടെ വിശദീകരിക്കപ്പെട്ട റിഡക്ഷിയോ വളരെ വിശദമായി വിശദീകരിച്ചു. അത്തരത്തിലുള്ള സ്വാഭാവികമായൊരു തെരഞ്ഞെടുപ്പിനുള്ള സാധ്യത നമ്മുടെ മുന്നിലില്ല എന്നുള്ളതാണ് ചരിത്രം നമ്മുടെ മുന്നിൽ വെച്ച് തരുന്ന ഒരു അനുഭവം. അത്തരത്തിൽ നമുക്ക് യാതൊരു സ്വാധീനവുമില്ലാതെ, അധികാരത്തിൻ്റെ സ്വാധീനമില്ലാതെ സ്വതന്ത്രമായി ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ആശയശകലങ്ങൾ നമുക്ക് മുന്നിലില്ല. ആശയങ്ങൾ എപ്പോഴും ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു സിസ്റ്റം ആയിട്ടാണ്, ഒരു വ്യവസ്ഥയായിട്ടാണ് നിലനിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, ഭൗതിക ജീവിതത്തിൽ നമുക്ക് എടുപ്പുകൾ ഉണ്ടാക്കണമെങ്കിൽ, വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇഷ്ടിക വേണമെന്ന് പറഞ്ഞു. അതേപോലെ ആശയപരമായ വലിയ എടുപ്പുകൾ രൂപപ്പെടുത്തണമെങ്കിൽ നമുക്ക് ആശയങ്ങളുടെ ഇഷ്ടിക വേണം. അതാണ് ലോജിക്കൽ കാറ്റഗറി. ലോജിക്കൽ കാറ്റഗറീസ് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അതുപയോഗിച്ച് നമ്മൾ ആശയത്തിൻ്റെ വലിയ സൗധങ്ങൾ കെട്ടിപ്പടുക്കും. ആ ആശയലോകത്തിനുള്ളിലാണ് നമ്മൾ ജീവിക്കുക. അതിന് പുറത്തിറങ്ങി സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് പ്രായോഗികമായി അസാധ്യമാണ്. മുമ്പ് തന്നെ ഇതേ ആശയം നമ്മുടെ തന്നെ വേദികൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ വിശദമായി കടക്കുന്നില്ല. ഇതിൻ്റെ ഒരു വൈരുദ്ധ്യാത്മകമായൊരു രീതിശാസ്ത്രം അല്ലെങ്കിൽ ആശയത്തിൻ്റെ ഒരു വികാസ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഇവിടെ അരിസ്റ്റോട്ടലിനെ പറ്റി സൂചിപ്പിച്ചു. അദ്ദേഹം പറയുന്നത് നിശ്ചലാവസ്ഥയാണ് പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ഭൗതിക യാഥാർത്ഥ്യത്തിൻ്റെ അല്ലെങ്കിൽ ആശയത്തിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ നിലനിൽപ്പിൻ്റെ രൂപമെന്നാണ്. അദ്ദേഹം വൈരുദ്ധ്യാത്മക ചിന്തയ്ക്ക് വലിയ സംഭാവന നൽകിയിട്ടുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം പറയുന്ന നിശ്ചലാവസ്ഥയാണ് പ്രാഥമികമായിട്ടുള്ളത്. എന്നാൽ അതങ്ങനെയല്ല, എന്നാൽ ചലനമാണ് നിലനിൽപ്പിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്നും തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ വിശകലനധാരയുടെ ഒരു സവിശേഷത. ചലനമാണ് നിലനിൽപ്പിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം. അത് പലതരത്തിലാകാം, സൂക്ഷ്മതലത്തിലാകാം, സ്ഥൂലതലത്തിൽ ആകാം. ഒരേ യാഥാർത്ഥ്യത്തിൽ തന്നെ വ്യത്യസ്ത ഘടകങ്ങൾ എടുത്താൽ ആ ഘടകങ്ങളുടെ ആന്തരിക പ്രക്രിയ എന്ന നിലയിലാകാം. രണ്ട് വലിയ വ്യവസ്ഥകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ രൂപത്തിലാകാം. ഇതിൽ വരുന്ന വികാസത്തിൻ്റെയും മാറ്റങ്ങളുടെയും ഒക്കെ രൂപത്തിലാകാം. ഈ രീതിയിൽ ഉള്ള ഏറ്റുമുട്ടലുകളിലൂടെ, ചലനങ്ങളിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ചലനം എന്നുള്ളത് ഒരു അടിസ്ഥാന യാഥാർത്ഥ്യമായി, മാറ്റം എന്നുള്ളത് ഒരു അടിസ്ഥാന യാഥാർത്ഥ്യമായി, ഒരുപക്ഷേ മാറ്റം വരുത്താൻ പറ്റാത്ത ഒരേ ഒരു യാഥാർത്ഥ്യമായി നമ്മൾ അംഗീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് യുക്തിപരമായ വിശകലനങ്ങൾക്ക് സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. ഇത് ചലനം എന്ന് വെച്ചാൽ അത് പദാർത്ഥ ചലനം മാത്രമല്ല, ആശയരൂപങ്ങളുടെ ചലനവുമാവാം. ഒരു ചെറിയ ഉദാഹരണം ഇവിടെ പറയണമെന്ന് എനിക്ക് തോന്നുന്നു. 1980കളുടെ അവസാനം 90കളുടെ ആദ്യത്തിലൊക്കെ നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ വരുന്നൊരു ചർച്ചയുണ്ട്. ഇവിടെ BJP ആണോ കോൺഗ്രസ് ആണോ അപകടകാരി എന്നൊരു ചർച്ച ഇങ്ങനെ ഇടതുപക്ഷ പുരോഗമന വൃത്തങ്ങളിൽ വളരെ ഗംഭീരമായിട്ട് കേട്ടു. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണ്, എത്ര സീറ്റുണ്ട് BJPക്ക്, ഇത്ര സീറ്റുണ്ട്, കോൺഗ്രസ്സിന് ഇത്ര സീറ്റുണ്ട്, കുറച്ചുകൂടി കൂടുതൽ ശക്തി ഉള്ള കൂടുതൽ സീറ്റുള്ളത് കോൺഗ്രസ്സിനാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സാണ് വലിയ കുഴപ്പക്കാർ. കുറച്ചുകൂടി കുറഞ്ഞ സീറ്റ് BJPക്കുള്ളൂ, രണ്ടുപേരും ഭരണകൂടത്തിൻ്റെ ഭാഗത്താണ് എന്നാണ്.
ഇത് നമ്മൾ ഈ ഒരു മാത്തമാറ്റിക്കലായ യുക്തി ഉപയോഗിച്ച് നോക്കുമ്പോൾ ആർക്കാണ് കൂടുതൽ സീറ്റ്, ആർക്കാണ് കൂടുതൽ വോട്ട് എന്നുള്ള പ്രാഥമികമായൊരു തത്വം ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ വളരെ ശരിയാണ്. പക്ഷെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം 10 കൊല്ലം മുമ്പ് എന്തായിരുന്ന അവസ്ഥ എന്നുള്ളത്. അതിനാണ് ചരിത്രപരമായ റീസണിങ് എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 10 കൊല്ലം മുമ്പ് 2% മാത്രം വോട്ടുണ്ടായിരുന്ന ഒരു കൂട്ടർ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ 25%, 30%-ത്തിനിടയിൽ വോട്ടിലേക്ക് എത്തി എന്നുള്ളത് പറയുന്നു. അതിൻ്റെ അർത്ഥം അവർ വളരെ ദുർബലമായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതറിയണമെങ്കിൽ നമ്മൾ ചരിത്രപരമായ ഒരു റീസണിങ് അവിടെ ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ തന്നെ മറുപക്ഷത്ത് നമ്മൾ പറയുന്നത്, ഞാനിതൊരു സന്ദർഭം എന്നുള്ള നിലയിൽ ഈ ഒരു യുക്തി തുറന്നു കാണിക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു പാർട്ടിയെ ചെറുതാക്കി പറയാനോ വലുതാക്കി പറയാനോ അല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കാലത്ത് 50%-ത്തിലധികം വോട്ടുണ്ടായിരുന്ന ഒരു പാർട്ടി ചുരുങ്ങി ഇതാ 30%-ത്തിലെത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. ഇതിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഉള്ള ചലനമാണ്, മാറ്റമാണ്. ഏത് ദിശയിലാണ് ഈ മാറ്റം സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി എങ്ങോട്ടാണത് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റൂ. നിർത്തിയിട്ടൊരു വാഹനത്തിൽ ഇരിക്കുന്ന ഒരാളെ കണ്ടിട്ട് അയാൾ ഏത് ദിശയിലേക്കാണ് പോകുന്നത് നമ്മൾ അറിയുന്നത് അയാൾ എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് നോക്കിയിട്ടാണ്. അത് ഏത് തരം യുക്തിയുടെ കാറ്റഗറി ഉപയോഗിച്ച് പരിശോധിച്ചാലും ഈ ചരിത്രപരമായ സംഗതി നമുക്ക് ഒരിക്കലും മറച്ചു വയ്ക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. ഏത് രീതിയിലാണ് നമ്മുടെ ജീവിതം പരിണമിച്ചു വരുന്നത്, ഏത് രീതിയിലാണ് അതിൻ്റെ വികാസ പ്രക്രിയ, ഏത് രീതിയിലാണ് നമ്മൾ ആശയപരമായ പരിണാമത്തിന് വിധേയമാകുന്നത്, ഈ പ്രക്രിയയിൽ ഏത് രീതിയിലാണ് മനുഷ്യൻ്റെ സാമൂഹ്യ വ്യവസ്ഥകൾ മാറിമറിയുന്നത്, മനുഷ്യൻ്റെ ആശയ വ്യവസ്ഥകൾ മാറിമറിയുന്നത്, ആശയ വ്യവസ്ഥകൾക്കിടയിൽ വൈരുദ്ധ്യങ്ങൾ രൂപപ്പെടുന്നത്, ഈ വിരുദ്ധ ആശയശക്തികൾ പരസ്പരം ഏറ്റുമുട്ടുന്നത്, ഇതിന് ബദലുകൾ ഉണ്ടാകുന്നത്, പുതിയ ആശയങ്ങൾ പിറക്കുന്നത്, പുതിയ ആശയങ്ങൾ വളരുന്നത് എന്നുള്ളത് ഈ അർത്ഥത്തിൽ ചരിത്രപരമായും വൈരുദ്ധ്യാത്മകമായും പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. ഇങ്ങനെ പരിശോധിച്ചുള്ള നിയമമൊന്നുമില്ല കേട്ടോ, ഇല്ലെങ്കിൽ ആരും അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷേ നമുക്ക് ഏത് രീതിയിലാണ് ലോകം മാറുന്നത് എന്ന് സ്വാഭാവികമായും മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ചരിത്രപരമായൊരു യുക്തി തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ടതായി വരും. ഈ ഒരു വൈരുദ്ധ്യാത്മക രീതിശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. ഈ കാന്റിൻ്റെ എല്ലാം തിസിസ്, ആൻറ്റിതിസിസ്, സിന്തസിസ് എന്ന് പറയുന്ന ആശയങ്ങളുടെ പരിവർത്തന ഘട്ടങ്ങളെക്കുറിച്ചുള്ള സിദ്ധാന്തം ഞാനത് വിശദീകരിക്കുന്നില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ആദ്യത്തെ അവതാരകൻ അവതരിപ്പിച്ചതുപോലെയുള്ള ഒരു തിസിസ് ഉണ്ട്. ആ തിസിസിൻ്റെ കോൺട്രഡിക്ഷൻസ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു. അത് തന്നെയാണ്, അതിലെ കോൺട്രഡിക്ഷൻസ് നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. ഒരു പുതിയ ആശയപരമായ വ്യക്തതയിലേക്ക്, ആശയപരമായ വികാസത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ഈ സംഗതിയെ ഇതപ്പോഴും യാതൊരു അടിസ്ഥാനപരമായ പ്രേരണയും ആവശ്യമില്ലാതെ സ്വതന്ത്രമായൊരു വിധാനത്തിൽ സംഭവിക്കുന്ന സ്വാഭാവിക പ്രക്രിയയായിട്ട് എടുത്തുകൊണ്ടാണ് ഇവരെല്ലാം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഹെഗൽ വരുന്നത്. ഹെഗൽ ഈ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫിനോമിനോളജി ഓഫ് സ്പിരിറ്റ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമുണ്ട്. അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെട്ടിട്ടില്ല. ഇംഗ്ലീഷിൽ വരുമ്പോഴും ഫിനോമിനോളജി ഓഫ് സ്പിരിറ്റ് എന്നാണ്. സ്പിരിറ്റ് എന്നുള്ളത് അദ്ദേഹം ആക്ച്വലി ഉപയോഗിച്ചത്, ഈ പുസ്തകം എഴുതിയത് ജർമ്മൻ ഭാഷയിലാണ്. ജർമ്മൻ ഭാഷയിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്കിനെ മനസ്സ് എന്നും ദൈവമെന്നും പരിഭാഷപ്പെടുത്താം. കൃത്യമായ അർത്ഥത്തിൽ ദൈവവും മനസ്സും ഒന്നാണ് എന്നുള്ളതാണ്. പരമമായ മനസ്സ് എന്ന് അദ്ദേഹം പറയുന്നു, പരമമായ ആശയം എന്ന് അദ്ദേഹം പറയുന്നു. ദൈവം എന്ന സങ്കല്പത്തിന് പകരമായി ഈ ഒരു സംഗതി അദ്ദേഹം പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്, സ്പിരിറ്റ് എന്നുള്ളത്. സ്പിരിറ്റ് എന്ന് പറയും. മലയാളത്തിലേക്ക് വരുമ്പോൾ അത് വീണ്ടും ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ അതിൻ്റെ അർത്ഥത്തിന് ചെറിയ രീതിയിൽ ശോഷണം സംഭവിച്ചു. മലയാളത്തിൽ അതിനെ പരിഭാഷപ്പെടുത്തിയാൽ വീണ്ടും ആ ആശയം ചോർന്നു പോകുമെന്നുള്ളതുകൊണ്ട് ഫിനോമിനോളജി ഓഫ് സ്പിരിറ്റ് എന്നുള്ള ഇംഗ്ലീഷ് പരിഭാഷ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് പറയാം. ഇതിൽ ഇദ്ദേഹം ഈ ആശയങ്ങളുടെ പരിവർത്തന ഘട്ടങ്ങളെല്ലാം ഇങ്ങനെ സൂചിപ്പിക്കുകയാണ്. ഏത് രീതിയിലാണ് ആശയങ്ങൾ പരിവർത്തനത്തിന് വിധേയമാകുന്നത്, ഏത് രീതിയിലാണ് ആശയങ്ങൾ വളരുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ഈ തിസിസ്, ആൻറ്റിതിസിസ്, സിന്തസിസ് എന്നുള്ള കാന്റിൻ്റെ എല്ലാം പദാവലി ഉപയോഗിക്കുന്നില്ല, വാക്കുകളൊന്നും എവിടെ ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം പറയുന്നു ആദ്യം അബ്സ്ട്രാക്റ്റ്, നെഗറ്റീവ്, കോൺക്രീറ്റ് എന്നുള്ളൊരു കാറ്റഗറിയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ ഇമ്മീഡിയറ്റ്, മീഡിയറ്റ്, കോൺക്രീറ്റ് എന്നൊക്കെ പറയുന്ന വ്യത്യസ്തമായ പദാവലികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെ അദ്ദേഹം വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. തീസിസ് എന്ന് പറയുന്ന ഒരു സങ്കല്പം ഒരു ആശയത്തിൻ്റെ രൂപവുമാകാം, ഒരു ഭൗതിക രൂപവുമാകാം. ആശയത്തിൻ്റെ രൂപങ്ങളെ, അപ്പോൾ ഈ രീതിയിൽ ആശയത്തിൻ്റെ രൂപങ്ങൾ ഏത് രീതിയിലാണ് പരിവർത്തനത്തിന് വിധേയമാകുന്നത്. ആശയത്തിൻ്റെ രൂപങ്ങൾ എന്ന് പറയുമ്പോൾ ആശയമെന്ന് പറഞ്ഞാൽ തന്നെ ഇതിൽ അമൂർത്തതയുണ്ട്. അതുകൊണ്ട് ഭൗതിക രൂപങ്ങൾ അല്ലെങ്കിൽ പദാർത്ഥത്തിൻ്റെ രൂപങ്ങൾ എന്ന് നമുക്ക് പറയാം. അതിൽ പരമമായ ആശയത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവസങ്കല്പത്തിൽ നിന്ന് പുറപ്പെട്ടതല്ലാതെ യാതൊരു യാഥാർത്ഥ്യവുമില്ല, യാതൊരു ആശയവുമില്ല എന്ന് പ്ലേറ്റോ പറയുന്നത് നമ്മൾ ഓർമ്മിക്കുക. ഈ രീതിയിൽ ആശയങ്ങളെ വെച്ചുകൊണ്ട് ഇത് വിശദീകരിക്കാൻ അല്പം പ്രയാസമായതുകൊണ്ട് ഒരു ഭൗതിക രൂപം തന്നെ നമുക്കെടുക്കാം. ഗ്ലാസ് എന്നുള്ളൊരു കാര്യം നമ്മൾ സങ്കല്പിക്കുന്നു. ഗ്ലാസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് അമൂർത്തമായ ഒരു സങ്കല്പമാണ്.
കൃത്യമായൊരു സങ്കല്പമല്ല. അതിന് കാരണമെന്ന് വെച്ചാൽ നമുക്ക് 1000 തരത്തിലുള്ള ക്ലാസ്സിനെ സങ്കല്പിക്കാം. 1000 തരത്തിലുള്ള ക്ലാസ്സിനെ സങ്കല്പിക്കാം. ആശയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ വ്യക്തതയ്ക്ക് വേണ്ടി ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണമല്ലോ. ദൃഷ്ടാന്തത്തിന് വേണ്ടി ഞാൻ ക്ലാസ് എന്നുള്ള ഒരു ഭൗതിക പദാർത്ഥം, ഒരു വസ്തുവിനെ ഉപയോഗിച്ചു എന്ന് മാത്രം. 1000 ആശയങ്ങൾ, ക്ലാസ്സിൻ്റെ 1000 വകഭേദങ്ങൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുകയാണ്. ഇതിൽ ഓരോന്നായി നമ്മൾ തള്ളിക്കളയുമ്പോൾ മാത്രമേ നമ്മുടെ മുന്നിലിരിക്കുന്ന കോൺക്രീറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് വരികയുള്ളൂ എന്നല്ല. ഈ രീതിയിൽ അമൂർത്തമായൊരാശയം, അതിൻ്റെ സാധ്യതകൾ, വകഭേദങ്ങൾ, ആ രീതിയിൽ ഈ പൊതുവായ ആശയത്തിൻ്റെ പരിധിയിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന മറ്റെല്ലാ സാധ്യതകളെയും നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു മൂർത്തമായ സാധ്യതയിൽ, കോൺക്രീറ്റായ സാധ്യതയിൽ നമ്മൾ എത്തുമ്പോൾ മാത്രമാണ് ഈ ഗ്ലാസ്, നമ്മുടെ മുന്നിലിരിക്കുന്ന ഗ്ലാസ് എന്ന് പറയുന്ന വസ്തു ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് ഏതൊരാശയവും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ രീതിയിലാണ് പരിവർത്തനം, ആശയങ്ങളുടെ പരിവർത്തനം. ഇദ്ദേഹം ആശയവാദിയായിട്ടാണ് നമ്മൾ പറയുക കേട്ടോ. പക്ഷേ മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും ഒക്കെ കൃതികളിൽ ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ എല്ലാം ദൃഷ്ടാന്തമായി, ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കുന്ന ജീവശാസ്ത്രപരമായ കാര്യങ്ങളിലെ ഉദാഹരണങ്ങൾ പലതും ഹെഗലിൽ തന്നെ വരുന്നതാണ്. അദ്ദേഹം ഇതെല്ലാം ഭൗതിക ജീവിതത്തിലെ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ടാണ് ഇതെല്ലാം സ്ഥാപിക്കുന്നത്. ഈ രീതിയിലാണ് വികാസം സംഭവിക്കുന്നത്. മനുഷ്യൻ്റെ ചരിത്രം വികസിക്കുന്നത്, വ്യക്തി വികസിക്കുന്നത്, ജീവൻ്റെ വികാസം തന്നെ അദ്ദേഹം ഈ രീതിയിൽ പറയുന്നുണ്ട്. അജീവ വസ്തു എന്ന് പറയുന്ന അവികസിതമായൊരു ഘട്ടം, അതിൽ നിന്ന് ജീവി ലോകം എന്ന് പറയുന്ന ഒരു വികാസഘട്ടം പറയുന്നു, അതിൽ നിന്ന് മനുഷ്യൻ എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന ജൈവാവസ്ഥ എന്ന് പറയുന്നു. ഈ രീതിയിൽ ഇത് പരിണാമ സിദ്ധാന്തം വരുന്നതിന് മുമ്പാണ് ഈ രീതിയിലെല്ലാം ഇങ്ങനെ പറയുന്ന സമയത്ത് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതിനൊരു പ്രചോദനം വേണ്ടേ? ഇതിനെ തള്ളുന്ന ഈ രീതിയിലുള്ള വികാസത്തിന്, ഈ രീതിയിലുള്ള ചലനത്തിന് സ്വാഭാവികമായൊരു പ്രചോദനം ഉണ്ടാണ്. അതാണ് ആത്മീയവാദം ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാദം. അത് തീർച്ചയായിട്ടും നമ്മൾ ഈ രീതിയിൽ ശാസ്ത്രീയ ചിന്ത പ്രചരിപ്പിക്കുന്ന ആളുകളുടെ വേദികളിൽ ചർച്ച ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. അങ്ങനെയാണ് അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഫിനോമിനോളജി ഓഫ് സ്പിരിറ്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നത്, മറ്റ് ലേഖനങ്ങളിൽ എഴുതുന്നത്. ഇത് പരമമായൊരാശയമുണ്ട്, പരമമായ തത്വമുണ്ട്. ദൈവമെന്ന് വിളിക്കണമെന്നില്ല, അദ്ദേഹം ദൈവമെന്ന് അപൂർവമായിട്ടേ വിളിക്കുന്നുള്ളൂ. ഈ പരമമായൊരാശയം, പരമമായൊരു തത്വം എന്ന് പറയുന്നു. അതിൻ്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ ഘട്ടങ്ങളായിട്ടാണ് ഈ ഭൗതിക വികാസത്തെ മുഴുവൻ പറയുന്നത്. പരമമായ ആശയം എന്ന് ഒന്നുകൂടി പറയുകയാണ്, പരമമായ ആശയം എന്നുള്ള, പരമമായ തത്വം എന്നുള്ള ആ ഒരു ഘട്ടത്തിലേക്കുള്ള, കേവലാശയത്തിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിലേക്കുള്ള വികാസത്തിൻ്റെ ഘട്ടങ്ങളായിട്ടാണ് ഈ ഭൗതിക ജീവിതത്തിലെ വികാസത്തെ മുഴുവൻ അദ്ദേഹം പറയുന്നത്. അതിൻ്റെ നിയമങ്ങൾ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു. ഓരോന്നിലും അതിൻ്റെ വിരുദ്ധ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള. എന്ത് നോക്കിയാലും അത് വിരുദ്ധ ഘടകങ്ങൾ രൂപപ്പെട്ടുള്ളത്. ഏത് ആശയരൂപം നോക്കിയാലും, ഏത് ഭൗതിക യാഥാർത്ഥ്യം നോക്കിയാലും അതിനെ മുറിച്ചാൽ എന്തായാലും രണ്ടാമത് നിവർത്തിയില്ല. ആശയമാണെങ്കിലും വസ്തുവാണെങ്കിലും അതിൻ്റെ അർത്ഥം അത് ഘടകങ്ങൾ ചേർന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ്. അത് ഒരുമിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ മാത്രമേ ഈ ഭൗതിക യാഥാർത്ഥ്യത്തിനാകട്ടെ, ആശയ യാഥാർത്ഥ്യത്തിനാകട്ടെ നിലനിൽപ്പുള്ളൂ. ഇത് രണ്ടായി കഴിഞ്ഞാൽ, ഇതിൽ പിളർപ്പുണ്ടായാൽ ഈ യാഥാർത്ഥ്യം ഇല്ലാതായി, അതിൻ്റെ വേറൊരവസ്ഥയിലേക്കാണ് എത്തുക. ഈ രീതിയിലാണ് ഇത് സംഭവിക്കുന്നത്. ഘടകങ്ങളിലാണ് ഇത് തമ്മിലുള്ള പരസ്പര പ്രവർത്തനം നടക്കുന്നു. ഈ രീതിയിൽ വികാസം ഉണ്ടാകുന്നു. ആ വികാസത്തെ അദ്ദേഹം ഈ തിസിസ്, ആൻറ്റിതിസിസ്, സിന്തസിസ് എന്നുള്ള കാന്റിൻ്റെ ഒരു 3 ഘട്ടങ്ങളായിട്ടുള്ള വികാസത്തിൻ്റെ ആ ഒരു രീതിശാസ്ത്രം അല്ലെങ്കിൽ ആ ഒരു പദാവലി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന സമയത്ത് ഈ വാക്ക് ഉപയോഗിക്കുന്നില്ല. അബ്സ്ട്രാക്റ്റായ ഒരാശയം, അതിൻ്റെ ഒരു നെഗറ്റീവ് വരുന്നു, സ്വാഭാവികമായിട്ട് അതിൻ്റെ നിഷേധം വരുന്നു. ഇവിടെ സൂചിപ്പിച്ചത് ഞാൻ മറ്റു വാക്കുകളിൽ പറയുന്നേ ഉള്ളൂ. അദ്ദേഹം ശാസ്ത്രത്തിൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞു, ഞാൻ ഫിലോസഫിയുടെ ഒരു ഭാഷയിൽ പറയുന്നു എന്ന് മാത്രം കണ്ടാൽ മതി. ഈ ഒരു അബ്സ്ട്രാക്റ്റായ ഒന്നിൻ്റെ പല പല സാധ്യതകളുടെ നിരാസത്തിലൂടെ കോൺക്രീറ്റായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, നിരന്തരമായ വികാസ പ്രക്രിയയ്ക്ക് വിധേയമാകുന്നു എന്നാണ്. ഇത് പറയുന്ന സമയത്തും ഇദ്ദേഹം സ്പിരിറ്റ് എന്ന് പറയുന്ന, കേവലാശയം എന്ന് പറയുന്ന, പരമാത്മാവ് എന്ന് പറയുന്ന, പരമമായ ആശയം എന്ന് പറയുന്ന ഒരു സംഗതി മുന്നിൽ വയ്ക്കുകയാണ്. അതിലേക്കുള്ള പ്രയാണത്തിൻ്റെ ഘട്ടങ്ങളായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്, വികാസത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെയും എന്നാണ്. ഹെഗലിൻ്റെ ആശയത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു പരിമിതിയും സാധ്യതയും ഈ കാര്യങ്ങൾ അദ്ദേഹം വികാസത്തിൻ്റെ നിയമങ്ങൾ പറയുന്നിടത്ത് ഈ പ്രശ്നമൊന്നും വരുന്നില്ല. വികാസത്തിൻ്റെ നിയമങ്ങൾ അദ്ദേഹം പറയുന്നത് ഭൗതിക യാഥാർത്ഥ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ്, ആശയപരമായ യാഥാർത്ഥ്യങ്ങൾ വെച്ചുകൊണ്ടല്ല, ഇത്തരത്തിലുള്ള കാറ്റഗറികൾ വെച്ചുകൊണ്ടല്ല. അദ്ദേഹം ഒരു ചെടി വിത്തിൽ നിന്ന് മുളച്ചു വരുന്നതും, അത് വളർന്ന് അതിൽ പുഷ്പങ്ങൾ ഉണ്ടാകുന്നതും, കായുണ്ടാകുന്നതും, അതിൽ വീണ്ടും ചെടി ഉണ്ടാകുന്നതും, ഈ രീതിയിലുള്ള ഭൗതികമായ വികാസ പ്രക്രിയയുടെ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ആശയ വികാസ പ്രക്രിയ ഇദ്ദേഹം വിശദീകരിക്കുന്നത്. ഇതിൽ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന ഒരു ഘട്ടം, ഈ രീതിയിൽ ഒന്നിനെ നിഷേധിച്ചുകൊണ്ട് മറ്റൊന്നിലേക്ക് പോകുന്നു, അതിനെ നിഷേധിച്ചുകൊണ്ട് വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഇതിനെടുക്കേണ്ടത്. രണ്ടാമത് വരുന്നത്, ഈ നിഷേധത്തിലൂടെ രൂപപ്പെടുന്നത് ഒരു എലവേറ്റഡ്
അവസ്ഥയാണ് എന്നാണ്. എലിവേറ്റഡ് എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. വികസിതമായ ഒരു അവസ്ഥയാണ് എന്നാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക സസ്യത്തിൻ്റെ രൂപം നോക്കുക. അതിങ്ങനെ സസ്യം വിത്തിൽ നിന്ന് വരുന്നു, അത് ചെടിയാകുന്നു, അത് പുഷ്പിക്കുന്നു, വിത്തുണ്ടാകുന്നു, ആ വിത്തിൽ നിന്ന് വീണ്ടും സസ്യം മുളയ്ക്കുന്നു. ഇങ്ങനെ അനേകായിരം തലമുറകളിലൂടെ കടന്നാണ് ഇത് വരുന്നത്. ഈ കടന്നു വരുന്ന സമയത്ത് ഓരോ ഘട്ടം പിന്തുടരുമ്പോഴും മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ എലിവേറ്റഡായ, അതിനേക്കാൾ വികസിതമായ, അതിനേക്കാൾ സങ്കീർണമായ ഒരു അവസ്ഥയെ പ്രാപിച്ചുകൊണ്ടാണ് ഈ പ്രക്രിയ നടക്കുന്നത്. ഇത് അദ്ദേഹം വളരെ കൃത്യമായും ശാസ്ത്രീയമായും കണ്ടെത്തി. പക്ഷേ ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളതിനൊരു ഉത്തരം വേണം എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ തള്ളു വരുന്നത് എന്നുള്ളതിനൊരു ഉത്തരം വേണം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ ആബ്സല്യൂട്ട് സ്പിരിറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ഐഡിയ എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് വളരെ കൃത്യമായി അദ്ദേഹം ഭൗതികമായ ഉദാഹരണങ്ങളിലൂടെ വിശദീകരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ പുഷ് വരുന്നത് എവിടെ നിന്നാണ്, ഏതാണ് ഇതിൻ്റെ ദിശാബോധം എന്നുള്ളതിൽ മാത്രമാണ് അദ്ദേഹം ഈ കാര്യം പറയാൻ പരാജയപ്പെടുന്നത്. ഇവിടെയാണ് മാർക്സിൻ്റെ ഇടപെടൽ വരുന്നത്. മാർക്സ് ഈ വിശകലന രീതിയെ, ഈ വൈരുദ്ധ്യങ്ങളെല്ലാം അതേപടി തന്നെ അംഗീകരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ വികാസത്തെ സംബന്ധിച്ച വൈരുദ്ധ്യാത്മക നിയമങ്ങളോട് ഇദ്ദേഹം ഒന്നും കൂട്ടി ചേർക്കുന്നില്ല, കൃത്യമായിട്ട് അത് തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സ്പിരിറ്റ് എന്നുള്ള, ഈ ഫിനോമിനോളജി ഓഫ് സ്പിരിറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംഗതി, ഇതെല്ലാം പരമമായ ആശയത്തിൻ്റെ ആവിഷ്കാരത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളാണ് എന്ന് പറയുന്ന ഈ ഒരു സംഗതി, അതിൻ്റെ പ്രേരണ വരുന്നത് ഈ ആത്മീയമായ തള്ളലാണ്, ഈ ആശയത്തിൻ്റെ തള്ളലാണ് എന്ന് പറയുന്ന സംഗതി അങ്ങ് വെട്ടിക്കളയുക. ആ സംഗതി അങ്ങ് വെട്ടിക്കളയുന്ന സമയത്ത് വളരെ കൃത്യമായി അതാണ് നേരെ തലതിരിച്ചു എന്ന് വരുന്നത്. പറയുന്നുണ്ടല്ലോ, ഞാൻ ഹെഗലിനെ പിടിച്ച് തലകുത്തനെ നിർത്തി എന്ന് പറയുമ്പോൾ ഹെഗലിൽ അടിയിൽ വരുന്ന വേരായിട്ട് കിടക്കുന്ന ഈ ആശയമാണ്, ഈ സ്പിരിറ്റാണ്. അവിടെ നിന്നാണ് ഈ ഭൗതിക യാഥാർത്ഥ്യം വരുന്നത്. ഒരു വൃക്ഷത്തെ നമുക്കങ്ങനെ നോക്കുകയാണെങ്കിൽ ഹെഗലിൻ്റെ വൃക്ഷത്തിൻ്റെ വേര് എന്ന് പറയുന്നത് ആശയമാണ്. മാർക്സ് നേരെ അങ്ങ് തിരിച്ചിടുന്ന സമയത്ത് ആശയം എന്ന് പറയുന്നത് അതിൻ്റെ ശിഖരം അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ, അതിൻ്റെ പുഷ്പങ്ങളായി മാറുന്നു. ഈ രീതിയിലാണ് ഇതിൽ ഒരു പരിവർത്തനം വരുന്നത്. ഇത് ഞാൻ പറഞ്ഞു വരുമ്പോൾ എപ്പോഴും നമുക്ക് യുക്തിചിന്ത അല്ലെങ്കിൽ ശാസ്ത്രീയ യുക്തിചിന്തയ്ക്ക് വലിയ വെല്ലുവിളി നേരിടേണ്ടി വരുന്നത് അതിനപ്പുറത്തുള്ള ഒരു ആശയധാരയിൽ നിന്നാണ്. അതിനെ സ്വാഭാവികമായിട്ട് നമുക്കൊരു മതാത്മക ആശയധാര എന്ന് വിളിക്കാം. ഈ മതാത്മക ആശയധാരയെ ഞാനിപ്പോൾ പറഞ്ഞതിൽ നിന്ന് ഒരുപക്ഷെ വ്യക്തമായി കാണും, ഏറ്റവും സങ്കീർണമായും ഏറ്റവും കുഴപ്പം പിടിച്ച രീതിയിലും വ്യാഖ്യാനിച്ചയാൾ ആരാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ഹെഗലിൻ്റെ വ്യാഖ്യാനങ്ങൾ പെട്ടെന്ന് ആർക്കും ഖണ്ഡിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതിൻ്റെ സാധ്യതകൾ മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ മതാത്മക ചിന്തയുടെ സാധ്യതകളാണ് വാസ്തവത്തിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ മതത്തെ വിമർശിക്കാതെ, ഇവിടെ മാർക്സെല്ലാം പറയുന്ന ഒരു കാര്യം ഇവിടെ പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. മതത്തെ വിമർശിക്കാതെ ഒരു വിമർശനവും സാധ്യമല്ല. മതവിമർശനമാണ് എല്ലാ വിമർശനത്തിൻ്റെയും അടിസ്ഥാനമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ മതവിമർശനത്തെ ഏത് രീതിയിലാണ് നടത്തേണ്ടത്, അതിൻ്റെ തലം എന്തായിരിക്കണം, അതിൻ്റെ രീതിശാസ്ത്രം എന്തായിരിക്കണം എന്നുള്ളത് അറിയണമെങ്കിൽ ഈ ആശയവാദപരമായ ഈ ദാർശനിക ചരിത്രത്തെ ഏറ്റവും അതിൻ്റെ സങ്കീർണതയോടുകൂടി ഏറ്റവും സൂക്ഷ്മതയിൽ അവതരിപ്പിച്ച ഹെഗൽ എങ്ങനെയാണ് മതത്തെ കാണുന്നത് എന്ന് പറയാം. അത് പറയുമ്പോൾ ഇതിൻ്റെ ഈ യുക്തിചിന്തയുടെ അല്ലെങ്കിൽ ശാസ്ത്രീയ യുക്തിയുടെ പരിണാമഘട്ടങ്ങളെക്കുറിച്ചുള്ളൊരു ചിത്രം തരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, മതത്തിന് പല തലങ്ങളുണ്ട് അല്ലെങ്കിൽ പല മതങ്ങളുണ്ട്. ഒന്ന് വെളിപാട് മതമാണ്. ഒരു പ്രവാചകന് അല്ലെങ്കിൽ ഒരു ഋഷിക്ക് കിട്ടിയ വെളിപാട്, ഒരാൾക്ക് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് കിട്ടിയ വെളിപാടുകൾ എന്ന നിലയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ആശയങ്ങളായി നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാലാകാലങ്ങളായി അവതരിപ്പിക്കപ്പെട്ടു വരുന്ന ചിന്താ പദ്ധതികൾ, അത് ഈ മതാത്മക ചിന്തയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലോകമാണ് എന്നാണ്. അതുമായിട്ടാണ് ഈ ഭൗതികവാദ ചിന്ത അല്ലെങ്കിൽ ശാസ്ത്രീയ ചിന്ത തുടക്കം മുതൽക്ക് ഏറ്റുമുട്ടിയത്. മാർക്സ് എല്ലാം ഏറ്റുമുട്ടിയത് ഇതിനോടാണ്. ഇന്നും ലോകത്തിലെ ഭൗതികവാദ ചിന്തകന്മാരെല്ലാം കാര്യമായ ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടാണ്. അത് മാത്രമല്ല, വേറെയും ചില തലങ്ങളുണ്ട് എന്നാണ്. അത് പറയുമ്പോൾ വലിയ കുഴപ്പമാകും. ആ കാര്യം മാത്രമാണ് ഞാനിവിടെ പുതിയതായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് മറ്റു കാര്യങ്ങൾ തൊട്ട് ഓടിങ്ങ് വന്നത്. മറ്റൊന്ന്, നമുക്ക് പ്രകൃതി മതം എന്ന് പറയാം. പ്രകൃതി മതം എന്ന് പറയുന്ന ഒരു മതമുണ്ട്. വെളിപാട് മതം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ വെളിപാട് മതങ്ങളുടെ ഭാഗമായിട്ടും അതിന് ഭാഗമല്ലാതെയും പ്രകൃതിയിലെ ബന്ധങ്ങളെ, പ്രകൃതിയിലെ ശക്തികളെയൊക്കെ ഒരു ആത്മീയ പരിവേഷം നൽകി അതിനെയെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് പ്രകൃതിയിൽ ആത്മീയത കാണുന്ന, പ്രകൃതിയിൽ പവിത്രത കാണുന്ന ഒരു മതമുണ്ട്. അങ്ങനെ ഒരു മതമുണ്ട്. ഒരുപക്ഷെ എല്ലാ മതത്തിൻ്റെയും ഭാഗമാണ് അത് ഏറിയും കുറഞ്ഞും. നമ്മളിപ്പോൾ കേളുന്ന മതവിമർശനങ്ങളുണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ഈ മതവിമർശനങ്ങളുണ്ട്. ഈ മതവിമർശനങ്ങളെല്ലാം വെളിപാട് മതത്തെ കൊല്ലും. വെളിപാട് മതത്തെ നമ്മൾ കൊല വിളിക്കും. അതിന് യുക്തിവാദിക്കാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, ഭൗതികവാദിക്കാരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല.
അതേസമയം തന്നെ വെളിപാട് വന്ന് പെട്ടെന്ന് ഇങ്ങനെ കാണാം, നമുക്ക് കല്ലെടുത്തെറിയാം. ഒരു പ്രവാചകൻ്റെ വെളിപാടിലൂടെ വന്ന ആശയങ്ങൾ എന്ന് പറഞ്ഞിങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചീമുട്ട എറിയാം അല്ലെങ്കിൽ കല്ലെടുത്തെറിയാം എന്നുള്ളത് അതിനെ നമ്മൾ എറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതിനേക്കാൾ സൂക്ഷ്മമായ അർത്ഥത്തിൽ, അതിനേക്കാൾ സൂക്ഷ്മമായ തലത്തിൽ കാലങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ഇന്നും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഒന്നാണ് ഈ പ്രകൃതിയെ ഒരു ദിവ്യമായ പ്രതിഭാസമായി അവതരിപ്പിച്ചുകൊണ്ട് ഒരു ആത്മീയ ചിന്ത അതിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കുന്ന ഈ പ്രകൃതി എന്ന് പറയുന്ന ഒരു മതം. വേറെ ഒരു മതമുണ്ട് കേട്ടോ, ആ മതത്തെ കലാത്മക മതം എന്നാണ് അദ്ദേഹം പറയുന്നത്. കലയ്ക്ക് മതമുണ്ട്, കലയിൽ മതമുണ്ട്. നമുക്കറിയാം ഏത് കലയും സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ മതാത്മക ചിന്ത വഹിക്കുന്ന കലകളാണ് നമ്മുടെ മുന്നിലെല്ലാം കാണുന്നത്. കലയുടെ ലോകത്തെ സെക്യുലറൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല, നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല. അതാണ് നമ്മൾ നമ്മുടെ സിനിമ എടുത്ത് നോക്കിയാൽ സിനിമയിലെ നായകന്മാർ വരെ എല്ലാ ഗുണങ്ങളും തികഞ്ഞ, എല്ലാ കഴിവുകളും തികഞ്ഞ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് നമ്മൾ നായകന്മാരെ സിനിമയിൽ പ്രതിഷ്ഠിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ കലാത്മക മതത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ് എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. ഓരോ കലയ്ക്കും ഓരോ ദൈവത്തെ നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ടല്ലോ. പണ്ടുള്ള എല്ലാ കലയ്ക്കും നമ്മൾ ഓരോ കലയ്ക്കും ഓരോ ദൈവത്തെ ഇങ്ങനെ സങ്കല്പിച്ചിട്ടുണ്ട്. ഇത് തന്നെ ഈ പറയുന്ന കലാത്മക മതം എന്ന് പറയുന്ന ഒരു ആശയധാര എത്രമാത്രം പ്രബലമാണ്, എത്രമാത്രം ശക്തമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ മതവിമർശനങ്ങൾ ഈ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പഴയ നിയമത്തിലെ ഒരു കഥയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പഴയ നിയമത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, ഒരു സ്ത്രീ വ്യഭിചാരം ചെയ്തു, ഒരു പെൺകുട്ടി വ്യഭിചാരം ചെയ്തു എന്ന് സംശയം തോന്നിയാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ അവളെ വലിച്ചിഴച്ച് പുരോഹിതൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക. പുരോഹിതൻ അവളെ വസ്ത്രം നീക്കി പരിശോധിക്കും. അവളുടെ കന്യാധർമ്മം ഭേദിക്കപ്പെട്ടതായി കണ്ടാൽ അവൾ പാപം ചെയ്തു എന്ന് നിങ്ങൾക്ക് വിധിക്കാം, അവളെ കല്ലെറിഞ്ഞ് കൊല്ലാം. ഇതാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മതവിമർശനത്തിൻ്റെ രീതിശാസ്ത്രം എന്ന് പറയുന്നത്. ഈ വെളിപാട് മതത്തെ നമ്മൾ എവിടെ പോയാലും ഇങ്ങനെ തപ്പും, അവൻ മതവിശ്വാസിയാണ്, ആ പറയുന്നതിൽ മതാത്മകമായ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നിരന്തരം കലാപം ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ മതം ഈ വെളിപാടിൻ്റെ ലോകത്ത് നിന്ന് മതം ചുരുങ്ങി വരികയാണ്. പ്രകൃതിയിലേക്ക്, അതുപോലെ കലകളിലേക്ക്, നമ്മുടെ സംസ്കാരത്തിലേക്ക് ഇങ്ങനെ പടിപടിയായി ഇങ്ങനെ ഗ്രസിച്ച് കയറി വരുന്ന മതത്തിൻ്റെ ഒരു ലോകമുണ്ട്. ആ മതത്തിൻ്റെ ലോകം വിമർശിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്ന ആളുകൾ ഒരു കലാവിമർശനവും എവിടെയും നടത്തിയതായിട്ട് ഞാൻ കാണുന്നില്ല കേട്ടോ. ആരെങ്കിലും നടത്തിയെങ്കിൽ നല്ല കാര്യം, ഇനിയും തീർച്ചയായിട്ടും അത്തരത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഈ രീതിയിൽ നമ്മുടെ ശാസ്ത്രീയ ചിന്ത, നമ്മുടെ ചരിത്രപരമായ യുക്തിചിന്ത കലാവിമർശനത്തിലേക്കും സാംസ്കാരിക വിമർശനത്തിലേക്കും ഈ പ്രകൃതിയെ മുന്നിൽ നിർത്തിക്കൊണ്ടല്ല. അതാണ് സംഘപരിവാറൊക്കെ വളരെ കൃത്യമായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കതൊന്നും മനസ്സിലായില്ല. നമ്മളപ്പോഴും കോൺഗ്രസ് ആണോ അപകടകാരി, BJP ആണോ അപകടകാരി എന്നിങ്ങനെ തർക്കിച്ചുകൊണ്ടിരുന്നത്. ഈ രീതിയിലുള്ള ഒരു പരിവർത്തനമാണ് നമ്മുടെ രീതിയിൽ. ഈ വൈരുദ്ധ്യവാദത്തിൻ്റെതായ രീതിശാസ്ത്രം നമുക്ക് ഇന്നും നമ്മുടെ കാലത്തെ ആശയ സംവാദങ്ങളുടെയും രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും രീതിശാസ്ത്രം മനസ്സിലാക്കുന്നത്, അതിൻ്റെ ഗതിബോധം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. 1980-കളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായ 2 ആശയധാരകൾ രൂപപ്പെട്ടു. അതിലൊന്ന് മതാത്മക ചിന്തയും ഒന്ന് സെക്യുലറിസവുമാണ്. നമുക്കിത് മനസ്സിലായില്ല, ഒരു കൂട്ടർക്ക് അത് മനസ്സിലായില്ല. ഇവിടെ ഹിന്ദുത്വം എന്ന് പറയുന്ന വലിയൊരു ആശയശക്തി രൂപപ്പെട്ട സമയത്ത് നമ്മൾ വിചാരിച്ചു ഹിന്ദുത്വം എന്ന് പറയുന്നത് മാപ്പിളമാർക്കെതിരാണ്. മാപ്പിള എന്ന് വെച്ചാൽ 2 അർത്ഥം, തെക്ക് അർത്ഥത്തിൽ പറഞ്ഞാലും വടക്ക് അർത്ഥത്തിൽ പറഞ്ഞാലും, മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും അവർക്കെതിരായിട്ടുള്ള ഒരു ചിന്തയായിട്ടാണ് നമുക്കിതിനെ മനസ്സിലായത്. വാസ്തവത്തിൽ ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കപ്പെട്ടത് സെക്യുലറിസത്തിനെതിരായിട്ടാണ്, മതേതര ചിന്തയ്ക്കെതിരായിട്ടാണ്. നമ്മൾ മനസ്സിലായില്ല. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന് എന്ത് പറയാണ്ട്, അവർ മിണ്ടുന്നില്ലല്ലോ. വാഹറഹസ്യത പൊളിക്കണമെന്ന് ഇവർ പറയുന്ന സമയത്ത്, സംഘപരിവാർ പറയുന്ന സമയത്ത് മുസ്ലിം ലീഗ് നിങ്ങൾക്ക് എന്ത് പറയാൻ അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത്. കാരണം അത് മുസ്ലിങ്ങളുടെ വിഷയമായിട്ട് നമുക്ക് തോന്നി. ഇവിടെ ആക്രമിക്കപ്പെടുന്നത് മതേതരത്വമാണ് എന്നുള്ളൊരു ബോധത്തിലേക്ക് നമ്മൾ വന്നില്ല എന്നാണ്. ആ യുദ്ധം അത് സെക്യുലറിസം എന്ന് പറയുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ സമൂഹം അംഗീകരിച്ചു വച്ചിരുന്ന ഒരു ആശയ സംഹിതയാണ്. നമ്മുടെ ഒരു രാഷ്ട്രീയവും ചിന്താപരവുമായ ദിശാബോധമാണ് സെക്യുലറിസം എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ സമൂഹം മുഴുവൻ സെക്യുലറായി എന്നുള്ള അർത്ഥത്തിൽ അല്ല. സെക്യുലറിസത്തിൻ്റെ അർത്ഥവും അതല്ല, സെക്യുലറിസത്തിൻ്റെ നിർവചനവും അതല്ല. രാഷ്ട്രീയ സമൂഹത്തിൽ നിന്ന് മതത്തെ പുറത്താക്കുന്നതിനാണ് നമ്മൾ സെക്യുലറിസം എന്ന് പറയുക. രാഷ്ട്രീയ സമൂഹം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ, സാമൂഹ്യ പ്രവർത്തനത്തിൽ സജീവമായി ഇടപെടുന്ന വളരെ കുറച്ച് പേർ മാത്രം അടങ്ങുന്ന ഒന്നാണ്. അവരാണ് സജീവമായി പ്രവർത്തിച്ചത്. അത് മാറി വരും കേട്ടോ. ഇന്നത്തെ രാഷ്ട്രീയ സമൂഹം ഒരുപക്ഷെ നാളെ നിഷ്ക്രിയമായി പോയെന്ന് വരാം. ഇന്നത്തെ പൗരസമൂഹം അല്ലെങ്കിൽ സിവിൽ സമൂഹത്തിൽ നിന്ന് പുതിയ അടരുകൾ ഈ രാഷ്ട്രീയ സമൂഹത്തിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടു എന്ന് വരാം. ഈ രീതിയിൽ ആണ് ഒരു ആശയപരമായ ഒരു പരിവർത്തന പ്രക്രിയ സംഭവിക്കുന്നത്. ഈ രീതിയിൽ വലിയൊരു ആശയ സംഘർഷം, ആശയപരമായ വിരുദ്ധങ്ങൾ
ഇന്ത്യയിൽ രൂപപ്പെട്ടു. അത് വന്ന സമയത്ത് നമ്മൾ അപ്പോഴും തുച്ഛമായ തർക്കങ്ങളിലായിരുന്നു. നമ്മൾ ലോജിക്കിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. നമ്മൾ റിഡക്ഷിയോ എല്ലാം നമ്മൾ നല്ല രീതിയിൽ പരിശോധിച്ചു. നമ്മൾ എല്ലാ രീതിയിലുള്ള ഭാരതീയ തർക്കശാസ്ത്രവും പാശ്ചാത്യ തർക്കശാസ്ത്രവും എല്ലാം നമ്മൾ അതിൽ ഗംഭീരമായി പറഞ്ഞു. മതത്തെ നമ്മൾ വിമർശിച്ചു കൊണ്ടിരുന്നു. പക്ഷേ മതത്തിന് താരതമ്യേന സ്വാതന്ത്ര്യം കുറഞ്ഞ, മതത്തിന് താരതമ്യേന ഇടം കുറഞ്ഞ ഒരു രാഷ്ട്രീയ സമൂഹം ഇന്ത്യയിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു അടിസ്ഥാന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതെ ഈ രാഷ്ട്രീയ സമൂഹം പ്രതിനിധീകരിക്കുന്ന സെക്കുലർ ആശയങ്ങളെ സംഘടിതമായി ഒരു ഭാഗത്ത് നിന്ന് ആക്രമിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ ഈ ഒരു വൈരുദ്ധ്യാത്മകമായ അടിസ്ഥാന യാഥാർത്ഥ്യം അതാണ് ഞാൻ ഈ യുക്തിചിന്തയ്ക്ക് ഈ രീതിയിൽ അതിൻ്റെ ചരിത്രപരമായ ഒരു തിരിച്ചറിവ് വേണം, ചരിത്രപരമായൊരു ബോധം വേണം. എങ്ങനെയാണ് ചരിത്രപരമായി പരിണാമം സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ധാരണ വേണമെന്ന് പറഞ്ഞു. നമുക്കത് മനസ്സിലായില്ല. ഇതെങ്ങനെയാണ് പലയിടത്തും ഇങ്ങനെ വന്ന് ഓരോ നാട്ടിലും 5 ലക്ഷം സ്ഥലങ്ങളിൽ ഗോസംരക്ഷണത്തിന് വേണ്ടി സ്വാമിമാർ ഇന്ത്യയിൽ പ്രസംഗിച്ചു എന്നാണ്. നമുക്കറിയില്ല. 85-നും 90-നും ഇടയിലാണ് 5 ലക്ഷം ഗ്രാമങ്ങളിൽ പശുക്കളെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് വിശുദ്ധ വർഷത്തും മറ്റും പറഞ്ഞുവിട്ട സ്വാമിമാർ നമ്മൾ പ്രസംഗിച്ചു. അപ്പോൾ നമുക്കും തോന്നിയാൽ പശുവിനെ സംരക്ഷിച്ചാൽ കൊള്ളാം, നല്ലത് തന്നെ, ഇനി തിന്നുന്നത് തിന്നോട്ടെ, അവർ പ്രസംഗിച്ചോട്ടെ. അവരവരുടെ ആശയം പറയുന്നു. നമ്മൾ ഈ രീതിയിൽ റിഡക്ഷയുടെ എല്ലാ യുക്തികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ നിഷ്കളങ്കമായി ഇങ്ങനെ ഈ കൈവെള്ളയിൽ വെച്ച് കിട്ടിയിരിക്കുന്ന ഈ ആശയങ്ങളിൽ നിന്ന് സ്വാഭാവികവും സ്വതന്ത്രവുമായ തിരഞ്ഞെടുപ്പ് നമുക്കുണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ദൈവത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ദൈവം എത്ര മനോഹരമായ ആശയം, ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ്. ഈ സ്വാഭാവികമായ തിരഞ്ഞെടുപ്പിന് നമുക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും അനുവദിച്ച് കിട്ടിയിരിക്കുന്ന ഒരിടം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് സങ്കല്പിക്കാനേ പറ്റൂ. അങ്ങനെ ഒരിടം നമ്മുടെ ആരുടെയും ചിന്തയിൽ നിന്ന് അല്ലെങ്കിൽ ദൈവികമായ വെളിപാടിൽ നിന്ന് ഉണ്ടായി വരില്ല. അത് ചരിത്രപരമായി രൂപപ്പെടേണ്ടതുണ്ട്. ഈ ചരിത്രപരമായ യുക്തിയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഈ യുക്തിചിന്തയുടെ ചരിത്രപരവും ശാസ്ത്രീയവുമായ പരിണാമം മനസ്സിലാക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ പ്രായോഗിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് പറയാനുള്ളതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയും ധാരാളം അവതരണങ്ങൾ വരാനുണ്ട്, ചർച്ചകളുണ്ട്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു നിർത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രതികരണങ്ങളുണ്ടെങ്കിൽ ആവാം.